ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാക്കുന്ന വ്യാജ ചെല്ലാൻ തട്ടിപ്പുകളെ പറ്റിയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു വണ്ടി സ്വന്തമായിട്ടുണ്ടോ എങ്കിൽ അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചേക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ നിങ്ങളുടെ വണ്ടി പെട്ടു, പിഴ അടയ്ക്കുവാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മൊബൈലിലേക്ക് ഒരു SMS വാട്സപ്പ് സന്ദേശമോ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പേടിച്ച് ഉടനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പണമടയ്ക്കാൻ നോക്കുമല്ലോ. എന്നാൽ ഓർക്കുക, നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവനായും തട്ടിപ്പുകാർക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പണിയായിട്ടാണ്. കേരളത്തിലുടനീളം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്താണ് ഈ വ്യാജച്ചെല്ലാൻ തട്ടിപ്പ്? ഇതിൽ നമ്മൾ വീഴാതിരിക്കുവാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. നമ്മളെ എങ്ങനെയാണ് ഇവർ കെണിയിൽ വീഴ്ത്തുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും 3 വഴികളാണ് തട്ടിപ്പുകാർ ഇതിനായി ഉപയോഗിക്കുന്നത്. ഒന്ന്, വ്യാജ സന്ദേശങ്ങൾ. നിങ്ങളുടെ വാഹനം ട്രാഫിക് നിയമലംഘനം നടത്തിയെന്നും ഇത്ര രൂപ പിഴ അടയ്ക്കാൻ ഒടുക്കിയില്ല എങ്കിൽ കോടതി കേസാകും എന്ന രീതിയിലായിരിക്കും സന്ദേശങ്ങൾ വരിക. ഇത് കാണുമ്പോൾ ആരും ഒന്നും പേടിക്കും. രണ്ടാമതായി, വ്യാജ വെബ്സൈറ്റുകൾ. ഈ സന്ദേശത്തിന്റെ കൂടെ പണമടയ്ക്കാനായി ഒരു ലിങ്കും കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ സർക്കാർ വെബ്സൈറ്റായ പരിവാഹൻ സൈറ്റിന് സമാനമായ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. ഒറിജിനലാണോ വ്യാജനാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയുവാൻ പോലും നിങ്ങൾക്ക് കഴിയുകയില്ല. മൂന്നാമതായി, വ്യാജ ആപ്പുകളാണ്, APK ഫയലുകൾ. ചിലപ്പോൾ പരിവാഹൻ എന്ന പേരിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞ് വാട്സപ്പ് ഫയലുകൾ അയച്ചു തരും. ഇത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണവും ബാങ്ക് OTP അടക്കമുള്ള രഹസ്യങ്ങളും തട്ടിപ്പുകാരുടെ കയ്യിലെത്തും. പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അവർ തൂത്തുവാരിയെടുക്കും. കേരള മോട്ടോർ വാഹന വകുപ്പ് MVD തന്നെ ഇപ്പോൾ ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്നും സ്വയം രക്ഷ നേടേണ്ടത് എന്ന ഈ 4 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ്. ഒന്നാമതായി, വാട്സപ്പ് വഴിയോ സാധാരണ SMS വഴിയോ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഒരു കാരണവശാലും പിഴ ഒടുക്കരുത്. വണ്ടിയുടെ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ആർക്കും വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കാറില്ല. അത് പ്രത്യേകം ഓർക്കുക. രണ്ടാമതായി, ലിങ്ക് പരിശോധിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വിലാസം www.echellan.parivahan.gov.in എന്നാണ്. ഇതിന്റെ അവസാനം .gov.in എന്ന് കൃത്യമായി ഉണ്ടായിരിക്കും. മറ്റു പേരുകളിലുള്ള സൈറ്റുകൾ പൂർണ്ണമായും വ്യാജമാണ്. ഒറിജിനൽ സൈറ്റിൽ കയറി നിങ്ങളുടെ വണ്ടി നമ്പറോ ചെല്ലാൻ നമ്പറോ അടിച്ചു നോക്കിയാൽ മാത്രമേ യഥാർത്ഥ പിഴ വിവരങ്ങൾ അറിയുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ നോട്ടീസിലുള്ള ഔദ്യോഗിക QR കോഡ് മാത്രം സ്കാൻ ചെയ്യുക. മൂന്നാമതായി, വാട്സപ്പിൽ വരുന്ന അപരിചിതമായ യാതൊരു ആപ്ലിക്കേഷൻ ഫയലുകളും ഫോണിൽ ഡൗൺലോഡ് ചെയ്യരുത്. നാലാമതായി, നിങ്ങൾക്ക് സ്വന്തമായി മൊബൈലിലൂടെ ഇത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ധൃതി പിടിച്ച് ലിങ്കിൽ ഞെക്കാതെ നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രം പരിശോധന നടത്തുക. ഇനിയും കെണിയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇനിയും ഇതറിയാതെ നിങ്ങൾ ഈ കെണിയിൽ വീഴുകയും പണം നഷ്ടപ്പെടുകയും ചെയ്താൽ എന്ത് ചെയ്യണം? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണം നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ 1 മണിക്കൂർ എന്നത് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. ഒട്ടും സമയം കളയാതെ ഉടനടി 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുന്നോ അത്രയും വേഗത്തിൽ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പോയ നിങ്ങളുടെ പണം ബാങ്കുകൾക്ക് ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്പർ എല്ലാവരും ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. സാങ്കേതിക വിദ്യ വളരുമ്പോൾ തട്ടിപ്പുകാരും പുതിയ വഴികൾ കണ്ടെത്തുകയാണ്.
നമ്മുടെ ചെറിയൊരു അശ്രദ്ധ വലിയൊരു വില നൽകേണ്ടി വരും. അതുകൊണ്ട് അറിവാണ് ഏറ്റവും വലിയ സുരക്ഷ. ഈ പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രത്യേകിച്ച് വാഹനങ്ങളുള്ള എല്ലാ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ദയവായി ഷെയർ ചെയ്യുക. ആരും തട്ടിപ്പിന് ഇരയാകാതിരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.